പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, നോമ്പിൻ്റെ 1-ാം ദിവസത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ ദൈവമേ, ഞങ്ങളുടെ ഈ 25 ദിവസം ഹൃദയം തുറന്ന് ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കാൻ, ഏകാഗ്രതയോടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ, വചനം വായിച്ച് പ്രാർത്ഥിക്കാൻ, സോഷ്യൽ മീഡിയയിലൊക്കെ ഒരു കയ്യകലം വയ്ക്കുവാൻ കർത്താവ് ഞങ്ങളെ ശരിക്കും കർത്താവെ ആഗ്രഹിക്കുന്നു. ഈശോ ആഗ്രഹിക്കുന്ന വിധത്തിൽ ഈ നോമ്പുകാലം ചെലവഴിക്കാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് ആദ്യമേ തന്നെ പ്രാർത്ഥിക്കുന്നു. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് സങ്കീർത്തന പുസ്തകം 53:2. അവിടെ വചനം വെളിപ്പെടുത്താണ്: ദൈവം സ്വർഗത്തിൽ നിന്ന് മനുഷ്യ മക്കളെ നോക്കുന്നു, ദൈവത്തെ തേടുന്ന ജ്ഞാനികളുണ്ടോ എന്ന് അവിടുന്ന് ആരായുന്നു. അതായത് നാം ഓരോരുത്തരെയും നോക്കിക്കൊണ്ട് എൻ്റെ മകൻ സജു, എൻ്റെ മകൻ അല്ലെങ്കിൽ എൻ്റെ മകൾ, നാം ഓരോരുത്തരുടെയും പേര് വിളിച്ചിട്ട് എൻ്റെ മോൻ എന്നെ തേടുന്നുണ്ടോ എന്ന് ആകാംക്ഷയോടെ തേടുന്ന ഒരു സ്വർഗീയ പിതാവ് യേശു നമ്മെ ഓരോരുത്തരെയും നോക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, ഈ ഒരു നോമ്പുകാലം നമ്മെ സംബന്ധിച്ച് ഒരു ആത്മശോധനയുടെയും അതുപോലെ തന്നെ നമ്മെ തന്നെ ഒരു ആത്മപരിത്യാഗത്തിൻ്റെയും ഒക്കെ ഒരു കാലഘട്ടമായി തീരട്ടെ. നമ്മൾ എത്രയോ നോമ്പുകളും അതുപോലെ തന്നെ പരിത്യാഗ പ്രവൃത്തികളൊക്കെ നമ്മൾ ചെയ്ത് ഇത്തവണ നമുക്കൊരു കൃത്യമായ ലക്ഷ്യം, നമ്മുടെ ലക്ഷ്യം ഈശോയ്ക്ക് എൻ്റെ ഹൃദയത്തിൽ ഒരു സ്ഥാനം ഉണ്ടാകണം. എൻ്റെ എല്ലാ തീരുമാനങ്ങളിലും ഞാനൊരു തീരുമാനം എടുക്കുമ്പോൾ എൻ്റെ ഈശോയ്ക്ക് ഇത് ഇഷ്ടമായോ? അതിൻ്റെ ഒറ്റ ക്രൈറ്റീരിയനേ ഉള്ളൂ. ഈശോയ്ക്ക് ഇത് ഇഷ്ടമാണോ, ഞാനത് ചെയ്യും. ഈശോയ്ക്ക് അതെങ്ങനെ നമുക്ക് പറ്റിയ സഹോദരങ്ങളെ? യേശു ക്രിസ്തുവുമായിട്ടുള്ളൊരു വ്യക്തിബന്ധത്തിലൂടെ മാത്രമാണ്. ഈ ഒരു വ്യക്തിബന്ധം, ഇത്തരത്തിലുള്ളൊരു വ്യക്തിബന്ധം യേശു ക്രിസ്തുവുമായിട്ട് വളർത്തിയെടുക്കാൻ ഈ നോമ്പുകാലം നമ്മെ സഹായിക്കണം. അതിനാണ് നമ്മുടെ മത്സ്യമാംസങ്ങളും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയും എന്തൊക്കെ നമ്മൾ ചെയ്യുന്നോ, നമുക്ക് ഇഷ്ടപ്പെട്ട പലതും നമ്മൾ ഉപേക്ഷിക്കുന്നത് ഈ യേശുവുമായിട്ടുള്ള വ്യക്തിബന്ധം ഉണ്ടാകാനും നമ്മുടെ തീരുമാനങ്ങളിലൊക്കെ യേശുവിനെ പ്രഥമ സ്ഥാനം കൊടുത്തുകൊണ്ട് ആ തീരുമാനത്തിലേക്ക് എത്തിച്ചേരാനും വേണ്ട ഒരു അഭിഷേകത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ഒരു നോമ്പുകാലം, ഈ 25 ദിവസം നമ്മൾ ശരിക്കും അമ്മയുടെയൊക്കെ കൂട്ടായ്മയിൽ ഈ നോമ്പെടുത്ത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഈശോയുമായിട്ടുള്ളൊരു അഭേദ്യമായ ബന്ധത്തിൽ ഞങ്ങളെ വളർത്തണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ നല്ലൊരു അനുഗ്രഹീതമായ നോമ്പ് നമുക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. രക്ഷിതാവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ.